നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. പഹൽഗാമിൽ നിരപരാധികളെ കൊന്നൊടുക്കിയ പാകിസ്ഥാന് ഇന്ത്യ നൽകിയ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായിരുന്നു. പാകിസ്ഥാനെ വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ട് അന്താരാഷ്ട്ര അതിർത്തിയിൽ ജാഗ്രതയോടെ നിലകൊള്ളുമെന്നും അതിർത്തി രക്ഷാസേനയായ BSF വ്യക്തമാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും നുഴഞ്ഞുകയറ്റം, മറ്റു പ്രകോപനങ്ങൾ എന്നിവ ഉണ്ടാകുമെന്ന രഹസ്യവിവരം ലഭിച്ചതിന്റെ ഭാഗമായി ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന് BSF IG ശശാങ്ക് ആനന്ദ് വ്യക്തമാക്കി. പാക് ഷെല്ലാക്രമണം നടത്തുന്നതിനിടെ രാജ്യത്തേക്ക് ഭീകരർ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചിരുന്നു. അത്തരം 50ഓളം ശ്രമങ്ങൾ പരാജയപ്പെടുത്തി. മെയ് 9, 10 തീയതികളിൽ അഖ്നൂരിനടുത്തുള്ള അതിർത്തിയിൽ പാകിസ്ഥാൻ ഒരു പ്രകോപനവുമില്ലാതെ വെടിയുതിർത്തു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചു തന്ന മറ്റൊരു കാര്യമുണ്ട്. ഡ്രോൺ ആക്രമണങ്ങളെ നേരിടാൻ ഇന്ത്യ കുറച്ചുകൂടി ശക്തമാകേണ്ടതുണ്ട് എന്ന്. അതായത്, ഇപ്പോൾ ശക്തമെന്നല്ല ഉദ്ദേശിച്ചത്, നിലവിലുള്ള ശക്തി കുറച്ചുകൂടി വർദ്ധിപ്പിക്കണമെന്നാണ്. പാകിസ്ഥാന്റെ സൈനിക തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇന്ത്യ കാര്യമായ നാശനഷ്ടം വരുത്തി. ഓപ്പറേഷനിൽ പാകിസ്ഥാൻ ഡ്രോൺ ഉപയോഗിച്ചപ്പോൾ അതെല്ലാം ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധം പാകിസ്ഥാൻ ആക്രമണങ്ങളെ വിജയകരമായി നിലംപരിശാക്കി തീർത്തു. ചൈനയിലും തുർക്കിയിലും നിർമ്മിച്ച 100 കണക്കിന് ഡ്രോണുകൾ പാകിസ്ഥാൻ ഇന്ത്യക്കു നേരെ പ്രയോഗിച്ചത്. പക്ഷേ ഇന്ത്യ അതെല്ലാം ഞൊടിയിടയിൽ തകർത്ത് തരിപ്പണമാക്കി. ഇന്ത്യയുടെ സൈനിക കരുത്ത്, കര, നാവിക, വ്യോമ മേഖലകൾ എന്താണ് എന്ന്, ഇന്ത്യ എത്രത്തോളം സൈനിക കരുത്തുണ്ട് എന്നതും പാകിസ്ഥാന് മാത്രമല്ല ലോക രാഷ്ട്രങ്ങൾക്ക് വരെ മനസ്സിലായി. റഷ്യയിൽ നിന്നും ഇന്ത്യ അന്ന് S-400 വാങ്ങിയപ്പോൾ പലരും ഇന്ത്യയെ വിമർശിച്ചിരുന്നു. ഇതൊക്കെ വാങ്ങിയാൽ നമ്മുടെ പട്ടിണി മാറുമോ എന്ന് പലരും ചോദിച്ചിരുന്നു. എന്നാൽ അത് വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം ശരിയായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ മുന്നിൽ നിന്ന് പ്രതിരോധിച്ചത് S-400 ആയിരുന്നു. അതുകൊണ്ട് ഇനിയും അത്തരത്തിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനവും. അതുകൊണ്ടാണ് ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ തയ്യാറെടുക്കുന്നത്. യുദ്ധവിമാനത്തിന്റെ പ്രോടൈപ്പ് വികസനത്തിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോജക്റ്റിൽ ഒരു 5ാം തലമുറ യുദ്ധവിമാനത്തിന് ആവശ്യമായ റഡാർ, സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ, സ്റ്റെൽത്ത് ഡിസൈൻ എന്നിവ ഇന്ത്യ പൂർത്തിയാക്കിയിരുന്നു. ഇനി യുദ്ധവിമാനത്തിന്റെ എഞ്ചിൻ വികസനമാണ് നടക്കേണ്ടത്. ഇതിനായി വിദേശ കമ്പനികളുമായി സഹകരിച്ച് സംയുക്തമായി എഞ്ചിൻ വികസിപ്പിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. ഇതിനുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇന്ത്യയിലെ സ്വകാര്യ പ്രതിരോധ കമ്പനികളെ സഹകരിപ്പിച്ചാകും AMCA പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുക. പൂർണ്ണ തോതിലുള്ള പ്രോടൈപ്പ് നിർമ്മിച്ച് പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തിയാൽ 5ാം തലമുറ വിമാനം സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കാൻ ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തും. നിലവിൽ അമേരിക്ക, റഷ്യ, ചൈന, തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ കൈവശമുള്ളൂ. MSCA പ്രോജക്റ്റിലൂടെ ഈ സ്ഥാനത്തേക്ക് 5ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിക്കാണ് പദ്ധതിയുടെ നേതൃത്വ ചുമതല. സ്വകാര്യ പ്രതിരോധ കമ്പനികളെ കോർത്തിണക്കി ADA AMCA പദ്ധതി നടപ്പാക്കും. AMCA പദ്ധതിക്ക് കീഴിൽ സുപ്രധാനമായ സാങ്കേതിക വിദ്യകളെല്ലാം ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചിരുന്നു. ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ യുദ്ധവിമാനമാണ് AMCA വിഭാവനം ചെയ്തിരിക്കുന്നത്. ആയുധങ്ങൾ വഹിക്കാനുള്ള ഇന്ത്യൻ വെപ്പൺ ബേ, അത്യാധുനിക AV-സോണിക്സ്, കരുത്തുറ്റ പ്രകടനം എന്നീ സവിശേഷതകൾ AMCക്ക് ഉണ്ടാകും. ഇതിനൊപ്പം ലോയൽ വിങ് മാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരേ സമയം ആളില്ലാ യുദ്ധവിമാനങ്ങളെ നിയന്ത്രിക്കുന്ന കമാൻഡ് സെന്ററായും ഇത് പ്രവർത്തിക്കാനാകും. ഇതിലെ പൈലറ്റ് ഡ്രോണുകളുടെ കൂട്ടത്തെ നിയന്ത്രിച്ച് ശത്രുക്കളെ നേരിടാനുള്ള പദ്ധതിയാണ് ലോയൽ വിങ് മാൻ. ഇതിനായി കാറ്റ്സ് വാരിയർ എന്നൊരു ഡ്രോൺ DRDOയും ADAയും ചേർന്ന് വികസിപ്പിക്കുന്നുണ്ട്. AMCക്കായി ഇന്ത്യ അത്യാധുനിക ഇലക്ട്രോണിക് വാൾഫെയർ സ്യൂട്ടാണ് വികസിപ്പിച്ചത്. നിലവിലെ വേഗതയിൽ പോയാൽ 2035 ആദ്യത്തെ AMCA വ്യോമസേനയ്ക്ക് കൈമാറാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2024 AMCക്ക് പദ്ധതിക്ക് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി അനുമതി നൽകിയത്. 10 വർഷത്തിനുള്ളിൽ ആദ്യത്തെ യുദ്ധവിമാനം കൈമാറാൻ കഴിയുമെന്ന് DRDO ചെയർമാൻ സമീർ കാമത്ത് വ്യക്തമാക്കി.